ഈ വെട്ടിമുറിച്ചത് ആരാന്നുള്ളത് ജനങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണട്ടെ. മനസ്സില്ല, മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഒരായത്ത് ദുർവ്യാഖ്യാനിക്കോ ഒരായത്ത് വെട്ടിമാറ്റുകയോ വല്ല ഹദീസ് വെട്ടിമാറ്റുകയോ ഒന്നും ചെയ്തിട്ട് ഒരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ ആയത്ത് മുറിച്ചു മാറ്റുക, വെട്ടിമാറ്റുക, ഹദീസ് ദുർവ്യാഖ്യാനം ഇതൊന്നും ഇവർ ചെയ്യാറില്ല എന്നാണ് ആര് പറയണത്? മാലിക് സലഫി പറയണത്. ഇനി നമ്മളാരും പറഞ്ഞിട്ട് എന്താ വേണ്ട, പ്രശ്നമാവണ്ട. നമുക്ക് മുജാഹിദ് നേതാക്കൾ തന്നെ ഈ മഹാന്മാരെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. അത് മൂപ്പര് ഒരു പ്രയോഗം കേട്ടോ, പച്ച നുണ. അതൊരു പ്രസംഗത്തിൽ ഒരു 10-20 പ്രാവശ്യം പറഞ്ഞാലേ മൂപ്പർക്ക് ഒരു സമാധാനമാവും. ഒരു 10-20 പ്രാവശ്യം പറയണം. എന്നാലോ ഈ നുണയുടെ ഫാക്ടറിയാണ് മൂപ്പര്. കേരളത്തിൽ ഈ നുണ പടച്ചുണ്ടാക്കുന്ന ജിന്നുവാദത്തിന് വേണ്ടി എന്തൊക്കെ നുണകൾ അനുയായികൾ പറയണം എന്ന് തീരുമാനിച്ച് അത് പടച്ചുണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഈ അബ്ദുൽ മാലിക് സലഫി. ഇത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സംവാദം. ആരെ കുറിച്ചായി പറയണത്? വളരെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ തള്ളിമറിക്കുന്ന ഈ സാധുവിനെ കുറിച്ച്. ഇത് സമസ്തന്റെ സെക്രട്ടറി അല്ലട്ടില്ലേ, KJUവിന്റെ നിങ്ങളാളല്ലേ? ഇയാളെ കത്തില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ അതിർത്തി സംഘടനം വളരെ ഘോരമായിട്ട് നടന്നിരുന്നത്? കായക്കൊടി സാഹിബ് ഈ പറയപ്പെടുന്ന ഈ മാലിക് സലഫിനെ പറ്റി പറയണ എന്താണ്? നുണയുടെ ഫാക്ടറിയാണ് ഇയാള്. ഇയാൾക്ക് ഒരു ദുർവ്യാഖ്യാനത്തിനും ഒരു മടിയില്ല എന്നാണ് മുജാഹിദുകൾ തന്നെ പറയണത്. ഇനി അനസ് മൗലവിയും കൂടി പറയണത് കേൾക്കുക. വിസ്ഡം വിഭാഗം ദുർവ്യാഖ്യാനിച്ച ഹദീസുകൾ, നിങ്ങൾ കേന്ദ്ര വിഭാഗം ദുർവ്യാഖ്യാനിച്ച ഹദീസുകൾ എടുത്തോ. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. നിഷേധിച്ച ഹദീസുകൾ കാണണോ? അടിസ്ഥാന ആശയങ്ങളെ തന്നെ നിഷേധിച്ചത് കാണണോ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ നൂറുകണക്കിന് ഹദീസുകളെ നിഷേധിക്കുന്ന തരത്തിലെ ഉസൂലുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണോ? നൂറുകണക്കിന് ഹദീസുകൾ ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. വിശദമായി പറഞ്ഞു തരാം നിങ്ങൾക്ക്. വിശദമായി ഹദീസിന്റെ ഉസൂലുകളെ തന്നെയും തകർത്തുകൊണ്ട് പുതിയ വാദങ്ങൾ മെനഞ്ഞുണ്ടാക്കി. ഇവരുടെ മുജാഹിദ് നേതാക്കളാണ് ഈ പറയുന്നത്. ഇവർ ദുർവ്യാഖ്യാനത്തിന്റെ ആളുകളാണ്. ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തത് ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് വളരെ നിഷ്കളങ്കമായി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നല്ല കുട്ടികളാവുക. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല, ഞങ്ങളെ പറ്റി ആരും അങ്ങനെ പറയില്ല, ഞങ്ങൾ വളരെ നല്ല മനുഷ്യന്മാരാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് പറയാം. ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കുകളാണെന്നാണ് പറഞ്ഞത്. ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ തട്ടിക്കൂട്ടുകൾ.